Hi students, today we are discussing about the topic nutrition in amoeba. അമീബ കേട്ടിട്ടുണ്ടോ? ഒരു മൈക്രോ ഓർഗാനിസം ആണല്ലേ. ദേ ലിവ് ഇൻ വാട്ടർ. വാട്ടറിലാണത് ജീവിക്കുന്നത്. അതിന് മൈക്രോ ഓർഗാനിസം എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് അതിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താണ് നമ്മളതിനെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അമീബയിലെ ന്യൂട്രീഷൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ ന്യൂട്രീഷൻ ഇൻ അമീബ. അമീബയിലെ ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ആർ ദ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ടൈപ്പ് ഓർഗാനിസം, ജീവികൾ ഉണ്ടല്ലേ. ഡോട്ട് ഓൾ ദ ഓർഗാനിസം റിസീവ് ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫ്രം ദ എൻവിറോൺമെൻറ്റ്. അതായത് എൻവിറോൺമെൻറ്റ്, ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ നിന്ന് എല്ലാ ഓർഗാനിസംസും ഫുഡ് എടുക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. ശരിയാണല്ലോ. ഫുഡ് റിസീവ് ചെയ്യുന്നുണ്ട്, അതായത് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ട ആ രീതിയിൽ അവരുടെ ബോഡി യൂസ് ചെയ്യുന്നുമുണ്ട്. See the illustration of the process of nutrition in amoeba, a unicellular organism. താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് അമീബയെ കുറിച്ചാണ്. അമീബയുടെ ന്യൂട്രീഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് കേട്ടോ. അതായത് ഒരൊറ്റ സെല്ലുള്ള ഓർഗാനിസം ആണ്. ഓക്കെ, ഈ പിക്ചർ ശ്രദ്ധിച്ചല്ലോ. അമീബയുടെ ന്യൂട്രീഷൻ്റെ സ്റ്റേജസുകളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അതായത് ഒരൊറ്റ കോശം കൊണ്ടാണ് അവയെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവ ജീവിക്കുന്നത് എവിടെയാണ്? വാട്ടറിലാണ് കേട്ടോ, വെള്ളത്തിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഒരിക്കലും നമുക്കതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂവിലാണ് നമ്മൾ അമീബയെ കാണുന്നത്. ഇനി അമീബ എവിടെയെങ്കിലും വെള്ളത്തിൽ എവിടെയെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് നീങ്ങുകയും, രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടല്ലോ, ഫുഡ് ഇൻടേക്ക്, അതായത് അതിൻ്റെ ബോഡി പാർട്സ് കൊണ്ട് എന്ത് ചെയ്യും? ആ ഫുഡിനെ വലയം വെക്കും. ദെൻ തേർഡ് സ്റ്റേജ് നോക്കിയേ, ആ ഫുഡ് വാക്യൂള് അതിനെന്ത് ചെയ്തു? അതിൻ്റെ ബോഡിയുടെ അകത്തേക്ക് ആക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഡൈജഷൻ, അതായത് ദഹനം. ആ ഫുഡ് വാക്യൂളിനെ ബോഡിയുടെ പാർട്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. അതായത് ആ അമീബയുടെ ബോഡിയിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ എൻസൈം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യിക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ്, പോഷകഘടകങ്ങളെല്ലാം ബോഡിയിലേക്ക് വലിച്ചെടുക്കുക കേട്ടോ, ആഗിരണം ചെയ്യുക. അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഇനി അബ്സോർബ് ചെയ്തതിൻ്റെ ശേഷം ആ ഫുഡിൽ വേസ്റ്റ് ഉണ്ടാവും അല്ലേ. വേസ്റ്റ് എന്തായാലും ഒരു ഓർഗാനിസത്തിന് വേണ്ട. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യണം, അതായത് എക്സ്പെല് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്, എക്സ്ക്രീഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഫുഡിൻ്റെ വാക്യൂൾ ഉണ്ടാക്കിയ പോലെ തന്നെ എന്ത് ചെയ്യും? ആ സ്റ്റേജിൽ, എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ വേസ്റ്റുകളെല്ലാം ഒരു വാക്യൂള് രൂപത്തിലാക്കിയിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഒരറ്റത്തേക്ക് കൊണ്ടുവരികയും അതിനെ പൊട്ടിച്ച് പുറന്തള്ളുകയും ചെയ്യുന്നു. കണ്ടല്ലോ, അവിടെ നിങ്ങൾ നോക്കിയേ, ആ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുന്ന് ചെറിയ ഡോട്ട്സ് ഇങ്ങനെ കാണുന്നില്ലേ, അതിൻ്റെ ശരീരത്തിനോടനുബന്ധിച്ച് അത് ആ വേസ്റ്റുകളെ എക്സ്ക്രീറ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫുഡ് ഇൻടേക്ക്, ഡൈജഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. അമീബയിലെ ന്യൂട്രീഷൻ എന്ന പ്രോസസ്സ്, അതിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. താഴെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ മീൻസ് ഫുഡ്
ഉള്ളിലേക്ക് എടുക്കുന്നത്. ദെൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ എക്സ്ക്രീഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 സ്റ്റെപ്സുകളാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്നതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇൻജെക്ഷൻ. അതായത് ഫുഡ് സ്വീകരിക്കുക, റിസീവ് ചെയ്യുക കേട്ടോ. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്. അതാണ് ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ഇൻജെക്ഷൻ. ദെൻ ഡൈജഷൻ. Digestion is the process in which the organic factors present in the food are broken down to simple components that can be absorbed by the body. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പോൾ റൈസ് ആയിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്, വലിയ വലിയ പീസുകളായിട്ടാണ് നമ്മൾ കഴിക്കണേ അല്ലേ. അതൊരിക്കലും നമ്മളുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വായിൽ വെച്ച് തന്നെ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അതാണ് പറയുന്നത് ഫുഡ് ആർ ബ്രോക്കൺ ഡൗൺ ടു സിമ്പിൾ കമ്പോണൻസ്. ഫുഡ് ബ്രോക്കൺ ചെയ്തിട്ട്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ട്, അപ്പോൾ ബ്രോക്കൺ പൊട്ടിച്ച് ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കമ്പോണൻസ്, സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാക്കി മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റും. അതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇൻജെക്ഷൻ, ദെൻ ഡൈജഷൻ. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ദി ഡൈജസ്റ്റഡ് ഫുഡ് ബീങ് റിസീവ്ഡ് ഇൻ ടു ദ ബോഡി ഈസ് അബ്സോർപ്ഷൻ. ഇനി ഇങ്ങനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ്, അതായത് ദഹിപ്പിച്ച ഫുഡ് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കണമല്ലോ അല്ലേ, അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സ്വീകരിക്കുന്ന രീതി, വലിച്ചെടുക്കുക. Then fourth one, assimilation. Assimilation is the process in which absorbed components become part of the body. അതായത് ഇപ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്തെടുത്ത ന്യൂട്രിയൻസില്ലേ, അത് നമ്മളുടെ ബോഡിയുടെ പാർട്സായിട്ട് മാറുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ന്യൂട്രിയൻസ് ഉണ്ടാവാതിരിക്കില്ല. ആ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് അത് അബ്സോർബ് ചെയ്തെടുത്താൽ ബിക്കം പാർട്ട് ഓഫ് ദി ബോഡി, അതൊരു ബോഡിയുടെ പാർട്ടായിട്ട് മാറി. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എക്സ്ക്രീഷൻ ആണ്. ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് which are not useful to the body are eliminated through the process called excretion. അതായത് മെറ്റബോളിക് റിയാക്ഷൻസ്, നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുക, അബ്സോർബ് ചെയ്യുക, അസിമുലേറ്റ് ചെയ്യുക, അതിനൊക്കെ ശേഷം, അതായത് മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സുകളെയാണ്. ആ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ വേസ്റ്റ് നോട്ട് യൂസ്ഫുൾ ആണ്, അത് നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആർ എലിമിനേറ്റഡ് ത്രൂ ദ പ്രോസസ് കാൾഡ് എക്സ്ക്രീഷൻ. ആ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആഡിങ് ദ സ്റ്റേജ് ഓഫ് അസിമുലേഷൻ. അതായത് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയാണ്. അതിൻ്റെ കൂടെ അസിമുലേഷൻ എന്ന സ്റ്റേജ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഇൻജെക്ഷൻ, ദെൻ ഡൈജഷൻ, അത് കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ, അസിമുലേഷൻ ആൻഡ് ലാസ്റ്റ് വൺ എക്സ്ക്രീഷൻ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, എക്സ്പെല്ലിങ് വേസ്റ്റ്. വേസ്റ്റ് എക്സ്പെൽ ചെയ്യുന്നത്, അതായത് പുറന്തള്ളുന്നത്. ഇവിടെ സെൻട്രൽ ബ്ലഡ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, ആ ബ്ലഡിലേക്ക് 4 സൈഡിൽ നിന്നും, അതായത് 4 ബോക്സിൽ നിന്നും ആരോസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിലുള്ളത് ഓക്സിജൻ ഫ്രം ലങ്സ്, അതായത് ലങ്സ് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തുന്നു. നെക്സ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ്. സെല്ലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് വരുന്നുണ്ട്. ദെൻ യൂറിയ ഫ്രം ലിവർ.
ലിവറിൽ നിന്ന് യൂറിയയും ബ്ലഡിലേക്ക് എത്തുന്നു. ദെൻ ലാസ്റ്റ് വൺ, ന്യൂട്രിയൻസ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ അതായത് ചെറുകുടലിൽ നിന്ന് ന്യൂട്രിയൻസും എങ്ങോട്ടെത്തുന്നു? ബ്ലഡിലേക്ക് എത്തുന്നു. അതായത് ഇവിടെ ഈ ഒരു 4 പോയിന്റിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ലങ്സിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തുന്നു. ഓക്സിജൻ നമ്മൾ ശ്വസിക്കുകയാണല്ലേ, നമ്മുടെ നോസിലൂടെ ഓക്സിജൻ എടുത്ത് ലങ്സിൽ എത്തുന്നു. ലങ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ്. സെൽസ് എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുണ്ട്, സെൽസുകളുണ്ട്. ഈ സെല്ലിലേക്ക് ഓക്സിജൻ ബ്ലഡ് കൊണ്ടുപോയി കൊടുക്കും. അതായത് ലങ്സിൽ നിന്ന് കിട്ടിയ ഓക്സിജൻ ബ്ലഡിലുണ്ട്. ആ ഓക്സിജൻ ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് ഒഴുകുന്നതിനോടൊപ്പം സെല്ലുകളിലേക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കും. അങ്ങനെ സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തിച്ച് കൊടുക്കുന്നതോടുകൂടെ അവിടെ നേരത്തെ കൊണ്ടുപോയി കൊടുത്തുള്ള ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജൻ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറിയിട്ടുണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഓക്സിജൻ സെല്ലിലേക്കും തിരിച്ച് സെല്ലിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടും എടുക്കുന്നു, അതായത് ബ്ലഡിലേക്ക് എടുക്കുന്നു. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് യൂറിയ ഫ്രം ലിവർ. യൂറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അത് ലിവറിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ അത് ബ്ലഡിലേക്ക് കൊടുക്കുന്നത് കിഡ്നിയാണ്. അതായത് യൂറിനിൽ അടങ്ങിയിട്ടുള്ള ഒരു വസ്തു കൂടിയാണ് യൂറിയ. അപ്പോൾ യൂറിയ ഫ്രം ലിവർ, ലിവറിൽ നിന്ന് ഉണ്ടാകുന്ന യൂറിയ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. ദെൻ ന്യൂട്രിയൻസ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങളെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അത് ഏതിൽ നിന്നാണ് ലഭിക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അതിൻ്റെ ഉൾഭാഗം കാണിച്ചിട്ട് അതിൽ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു, വില്ലസ്. ആ വില്ലസിലൂടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നു ന്യൂട്രിയൻസിനെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 4 പോയിൻറ്റ്സും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ കമ്പോണൻസ് റീച്ചിങ് ബ്ലഡ്? ബ്ലഡിലേക്ക് എത്തിച്ചേരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റിൽ ഏതാണ്? ഓക്സിജൻ എത്തുന്നുണ്ട്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. പിന്നെയോ യൂറിയ വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ന്യൂട്രിയൻസും എത്തുന്നുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ആർ റിക്വയർഡ് ഫോർ ദി ബോഡി? ഇപ്പം 4 കമ്പോണൻസ് നമ്മുടെ ബ്ലഡിലേക്ക്, അതായത് ബോഡിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓക്സിജൻ ആവശ്യമാണല്ലേ. ദെൻ പിന്നെയോ ന്യൂട്രിയൻസ്, അതായത് പോഷകങ്ങളും ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതാണ്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജൻ ആണെങ്കിലും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. ദെൻ യൂറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ, അതായത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ഒരു വസ്തുവാണ് യൂറിയ. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ദ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് എലിമിനേറ്റ്? ഇപ്പം നമ്മൾ പറഞ്ഞു വാണ്ടഡ് ആയിട്ടുള്ളത് ഓക്സിജനും ന്യൂട്രിയൻസുമാണ്. എന്നാൽ അൺവാണ്ടഡ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും യൂറിയയും. ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ, പുറന്തള്ളപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എലിമിനേറ്റഡ് ത്രൂ റെസ്പിറേഷൻ. അപ്പോൾ ആവശ്യമില്ലാത്തൊരു കമ്പോണൻ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് റെസ്പിറേഷൻ, ശ്വസനത്തിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ യൂറിയ. ദ യൂറിയ ദാറ്റ് റീച്ചസ് ദ ബ്ലഡ് ഈസ് നോട്ട് നെസസറി ഫോർ ദി ബോഡി. അതായത് ബ്ലഡിലെത്തുന്ന യൂറിയ ഒരിക്കലും നമ്മുടെ ബോഡിക്ക്
ആവശ്യമില്ല. ലെറ്റ് us see how this is expelled. അപ്പോൾ യൂറിയ എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഒരു കിഡ്നിയാണ് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്ന മെക്കാനിസം എങ്ങനെ യൂറിയ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പിക്ചറിൽ നിങ്ങൾക്കൊരു റെഡ് വെസൽ കാണാം, അതുപോലെ തന്നെ ഒരു ബ്ലൂ വെസലും വൈറ്റ് വെസലും കാണാം. റെഡ് വെസൽ എന്തിനാണെന്ന് വെച്ചാൽ ദ ബ്ലഡ് വെസൽ ദാറ്റ് റീച്ചസ് ദ കിഡ്നി blood along with the urea, water and other components in greater quantities. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിഡ്നിയുടെ ഫങ്ഷൻ തന്നെ എന്താണ്, നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ബ്ലഡിനെ അരിച്ച് മാറ്റുകയാണ്. അങ്ങനെ അരിച്ച് മാറ്റിയിട്ടുള്ള വേസ്റ്റാണ് യൂറിനായിട്ട് മാറുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത്? ബ്ലഡ് എലോങ് വിത്ത് യൂറിയ. ആ കിഡ്നിയിലേക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും പോയി വരുന്ന ബ്ലഡ് കിഡ്നിയിലേക്ക് കയറുമ്പോൾ അതിൽ യൂറിയ ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടർ ഉണ്ടാവും, പിന്നെയോ മറ്റ് കമ്പോണൻസ് ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുക? ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ്, ഒരുപാട് അളവിലാണ് ഉണ്ടാവുക. ഇനി അത് ഈ കിഡ്നിയുടെ ഉള്ളിലെത്തി അതവിടെ നിന്ന് അരിച്ചെടുക്കും. അരിച്ചെടുത്തതിന് ശേഷം നല്ല ബ്ലഡ് ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യും? ബ്ലൂ വെസലിലൂടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് പിന്നീട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ബ്ലൂ വെസലിൽ ഒഴുകുന്ന ബ്ലഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം. ദ ബ്ലഡ് വെസൽ ദാറ്റ് ലീവ്സ് ദ കിഡ്നി, അതായത് ബ്ലഡ് പുറത്തേക്ക് പോകാനുള്ള കുഴലാണ്. ബ്ലഡ് എലോങ് വിത്ത് വാട്ടർ, അതിലെന്തുണ്ടാവും? അരിച്ചെടുത്താലും കുറച്ച് വാട്ടർ ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, പിന്നെയോ അതർ കമ്പോണൻസ്, മറ്റുള്ള കമ്പോണൻസും ഉണ്ടാവും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇൻ ലെസ്സർ ക്വാണ്ടിറ്റീസ്, കുറച്ചളവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തുമ്പോൾ അത് ഒരുപാട് അളവിലുണ്ടാവും. പക്ഷെ അത് അവിടെ നിന്ന് അരിച്ച് മാറ്റിയെടുക്കും തോറും എന്ത് ചെയ്യും? അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നല്ലേ. അപ്പോൾ ആ അരിച്ച് മാറ്റിയിട്ടുള്ള വസ്തു എന്താണ്? യൂറിനാണ് കേട്ടോ. അതാണ് അവിടെ യുറീറ്റർ എന്ന് പറയുന്ന വൈറ്റ് വെസലിലൂടെ പുറത്തേക്ക് നമ്മൾ എക്സ്പെൽ ചെയ്യുന്നത്. അതിലെന്തൊക്കെ കമ്പോണൻ്റ് ആണുള്ളത്? യൂറിയ ഉണ്ടാവും, പ്ലസ് വാട്ടർ ഉണ്ട്, പ്ലസ് അതർ കമ്പോണൻസ്, മറ്റുള്ള കമ്പോണൻസും എല്ലാം നമ്മൾ വേസ്റ്റിലൂടെ, അതായത് യുറീറ്റർ വഴി നമ്മൾ യൂറിനായിട്ട് പുറന്തള്ളപ്പെടുന്നു. മനസ്സിലായല്ലോ? എക്സാമിൻ ദ കമ്പോണൻസ് ഓഫ് ബോത്ത് ദ ബ്ലഡ് വെസൽ ദാറ്റ് റീച്ചസ് ദ കിഡ്നി ആൻഡ് ദാറ്റ് വിച്ച് ലീവ്സ് ദ കിഡ്നി. വാട്ട് ഡിഫറൻസ് ഡു യു സീ? അതായത് നമ്മളിപ്പോൾ കിഡ്നിയിലേക്ക് വരുന്ന ബ്ലഡും അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് ലീവ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന ബ്ലഡും കണ്ടല്ലോ. അതിൻ്റെ രണ്ടിൻ്റെ കമ്പോണൻസിലും ഡിഫറൻസ് ഉണ്ട്, ശരിയല്ലേ? വാട്ട് ഡിഫറൻസ് ഡു യു സീ? എന്ത് ഡിഫറൻ്റാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അതായത് കിഡ്നിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രേറ്റർ ക്വാണ്ടിറ്റി ആണല്ലേ, ഒരുപാട് അളവിലാണ്. പക്ഷേ അത് അവിടെ നിന്നും ഫിൽട്ടർ ചെയ്യാണ്, അതായത് അരിച്ചു മാറ്റപ്പെടുകയാണ്. അങ്ങനെ അത് ലെസ്സർ എമൗണ്ടിൽ, കുറഞ്ഞ അളവിലാണ് പിന്നീട് കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ബാക്കി എമൗണ്ട്, അതായത് ഫിൽട്ടർ ചെയ്തുള്ള അരിച്ചെടുത്തിട്ടുള്ളത് എന്ത് ചെയ്യും? നേരെ താഴേക്ക് യുറീറ്റർ എന്ന് പറയുന്ന ഇത്ര പോകുന്ന കുഴലാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? ഈ വേസ്റ്റിനെ എക്സ്പെൽ ചെയ്യും. ക്യാൻ യു ടെൽ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കിഡ്നീസ്? അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അത് നമ്മൾ ബ്ലഡിനെ അരിച്ചെടുക്കുകയാണ്, ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എക്സസ് ആയിട്ടുള്ള യൂറിയ, അതായത് കൂടുതലായിട്ട് കാണുന്ന യൂറിയ, വാട്ടർ, സോൾട്ട്, ഇതിനെയെല്ലാം ബ്ലഡിൽ നിന്ന് അരിച്ചു മാറ്റപ്പെടുകയും അത്
യൂറിനായിട്ട് മൂത്രമായിട്ട് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? ഇതാണ് കിഡ്നിയുടെ ഫങ്ഷന്. ഇനി ചില ടൈമിൽ, അതായത് വേനൽക്കാലങ്ങളിലോ അതുപോലെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മൾ എക്സ്പെൽ ചെയ്യുന്ന യൂറിൻ്റെ കളറ് യെല്ലോയിഷ് കളറായിട്ട് മാറും. അതായത് സാധാരണ അതൊരു യെല്ലോ കളറ് കൂടിച്ചേർന്നതാണ്, പക്ഷെ കൂടുതൽ യെല്ലോ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് സമ്മർ, അതായത് വേനൽക്കാലങ്ങൾ, മോർ വാട്ടർ ഈസ് ലോസ്റ്റ് ത്രൂ സ്കിന്ന്. വിയർപ്പ് മൂലം ഒരുപാട് വാട്ടർ നമ്മുടെ സ്കിന്നിലൂടെ, തൊലിയിലൂടെ നഷ്ടപ്പെടുന്നു. ഹെൻസ് there would be less water and more salt in urine. അപ്പോൾ ഒരുപാട് വാട്ടർ സ്കിന്നിലൂടെ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ യൂറിൻ, അതായത് കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന യൂറിനിൽ, ആ യൂറിനിൽ വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു വരികയും സാൾട്ടിൻ്റെ അളവ് എന്ത് ചെയ്യും, കൂടി വരികയും ചെയ്യുന്നു. അതായത് ലെസ് വാട്ടർ ആൻഡ് മോർ സാൾട്ട് ഇൻ യൂറിൻ. യൂറിനിൽ വാട്ടറിൻ്റെ അളവ് കുറവും സാൾട്ടിൻ്റെ അളവ് കൂടുതലുമായിട്ട് വരുന്നു. യൂറിൻ ഇൻ ദിസ് സീസൺ വുഡ് ബി സ്ലൈറ്റ്ലി മോർ യെല്ലോയിഷ് കളർ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, സാൾട്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള യൂറിൻ യെല്ലോയിഷ് കളറിൽ കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് നമ്മൾ നമ്മുടെ ബോഡിയിലെ ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഹൗ ടു ഫോം യൂറിൻ, യൂറിൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് ഇനഫ്. ടുഡേ അവർ ഡിസ്കസിങ് ടോപ്പിക് ഈസ് ന്യൂട്രീഷൻ. The stages of nutrition is ingestion, digestion, absorption, assimilation and excretion. Then expelling waste. And last one, the filters of body. Okay, then we will meet you in the next class.